ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്ന വാഴത്തോട്ടവും മാവുംതോട്ടവും ആൽമരങ്ങളും വെള്ളച്ചാട്ടവുമുള്ള ഒമാനിൽ വരെ പോയി തിരിച്ചു വന്നാലോ? ദുബായിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്ര കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് തികച്ചും പാസ്പോർട്ടോ വിസയോ ഒന്നുമില്ലാതെ ഒമാനിൽ എത്തിച്ചേരാൻ സാധിക്കും. ഈ കാണുന്ന ആൽമരങ്ങളും വെള്ളച്ചാട്ടവുമുള്ള ഒരു അടിപൊളി സ്ഥലത്തിൻ്റെ പേരാണ് മദ. UAE ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് മദ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് UAE-ക്കുള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോകാൻ പാസ്പോർട്ടോ വിസയോ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടാലോ? വെൽക്കം ടു ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മദയിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അൽ നഹ്വ കേവിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് നമ്മൾ മദയിലേക്ക് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അൽ നഹ്വ റെസ്റ്റ് ഏരിയയാണ്. അൽ നഹ്വ കേവിൻ്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ അൽ നഹ്വ റെസ്റ്റ് ഏരിയ കഴിഞ്ഞ് നമ്മൾ റോഡ് കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മദയിലേക്ക് എത്തിച്ചേരും. ഈ റോഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡാണ്. ഇപ്പോൾ കാണുന്ന ആ ഒരു പോയിൻ്റ് കണ്ടോ? ആ പോയിൻ്റാണ് ഒമാൻ UAE-യുടെ അതിർത്തി. ഇവിടെ വേലികളോ കമ്പികളോ ഒന്നുമില്ല. കുറച്ച് മുന്നോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 100 മീറ്റർ മാറി അവിടെ ഒമാൻ്റെ ഫ്ലാഗ് പറക്കുന്നത് കാണാം രണ്ട് സൈഡിലായിട്ട്. ഇവിടുത്തെ റോഡിന് ഒത്തിരി വീതിയില്ല. അതുമാത്രമല്ല 40 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ UAE-യിൽ നിന്നും ഒമാനിലേക്ക് ഇപ്പം കടന്നിരിക്കുകയാണ്. ഇവിടെ ചെക്ക് പോയിൻറ്റോ ആളുകൾ ചെക്ക് ചെയ്യാനോ പാസ്പോർട്ടോ വിസയോ ഉണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്യാനൊന്നും ആൾക്കാരില്ല. ഇവിടേക്ക് വരുന്ന ആളുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഈ വീടിനകത്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കാണാം സുൽത്താനേറ്റ് ഓഫ് ഒമാൻ എഴുതി വെച്ചേക്കുന്ന അടുത്ത ബോർഡ്. ആ ഫ്ലാഗ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോൾ തന്നെ നമുക്കിത് കാണാൻ സാധിക്കും. ഇവിടെ ചെറിയ ട്രാവൽ ഡെസ്റ്റിനേഷൻസ് ഇഷ്ടം പോലെയുണ്ട്. ഈ ഏരിയ വരുന്നത് മുസാണ്ടം മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ്. ഇവിടെ ഒത്തിരി ഫാമുകളുണ്ട്. നമ്മൾ 1-2 സ്ഥലം ടാർഗറ്റ് ചെയ്താണ് ഇവിടേക്ക് എത്തിയത്. എസ്പെഷ്യലി ഇവിടെ ഒരു ആൽമരമുണ്ട്, ബനിയൻ ട്രീ. അത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ കണ്ടതാണ്. അതങ്ങനെ മിസ്സായി പോയതാണ്. അപ്പോൾ ഒത്തിരി കാലമായിട്ട് നമ്മൾ മദയിലെത്തണം, കാഴ്ചകൾ കാണണമെന്ന് വെച്ചിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടെ UAE-യിലുള്ള ആളുകൾക്ക് തികച്ചും ഫ്രീ ആണ് ഇങ്ങോട്ടേക്ക് വരാൻ. പക്ഷേ നിങ്ങളുടെ വണ്ടിക്ക് ഒമാൻ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കൂടാതെ ഈ ഏരിയയിൽ നമ്മുടെ ഫോൺ റോമിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാപ്പ് ഇട്ട് വരികയാണെങ്കിൽ ഈ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഓഫ്ലൈൻ മാപ്പ് നിങ്ങൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് വരാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഞങ്ങളിവിടെ വന്നപ്പോൾ എല്ലാം ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഒത്തിരി കുഞ്ഞു വഴികളുണ്ട്. ഒരു വണ്ടി പോകാനുള്ള വീതി മാത്രമേ ഉള്ളൂ ഇതിനുള്ളിൽ തന്നെ. അപ്പം ഞങ്ങൾ ഒന്ന് കറങ്ങി ആൽമരം കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും വഴിയുടെ പുറത്തിയാടിയപ്പോഴത്തേക്ക് അവിടെ ഒരു ഫോർട്ടും അതിനോടനുബന്ധിച്ച് കുറച്ച് സ്ഥലങ്ങളും കണ്ടു. ഇപ്പോൾ ഞങ്ങൾ അവധി ദിവസം വന്നതുകൊണ്ട് ഇവിടെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ അവിടെ ഒരു ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഫുഡും കഴിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർക്കും ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊന്നും അറിയില്ല. കാരണം ഇവിടെ ഈ കാണുന്ന ആൽമരങ്ങൾ എന്ന് പറയുന്ന ഒത്തിരി വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയേക്കുന്ന ആൽമരങ്ങൾ ഉള്ള സ്ഥലം ഈ ഒരു ഫാമിനുള്ളിൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള പുറത്തിയാടി മെയിൻ റോഡിൽ വന്നപ്പം അവിടെ ഒമാനിൻ്റെ ബോർഡുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. ആ റെസ്റ്റോറൻറ്റിലുള്ള ചേട്ടനോട് ചോദിച്ചും പറഞ്ഞു ആ ആൽമരം ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തി. എങ്കിലും ആ ഒരു ആൽമരം കാണാനുമാണ് നമ്മുടെ നാട്ടിലെ പോലെ ഒരു പ്രതീതിയുള്ള ഒരു ആൽമരം പണ്ട് ഞാൻ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ട്. അപ്പം നാച്ചുറൽ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തപ്പി വീണ്ടും തിരിച്ച് വന്നപ്പോഴാണ് ഈ ആൽമരം ഉള്ള സ്ഥലത്തിലേക്ക് എത്താൻ സാധിച്ചത്. ഞാൻ പറഞ്ഞു ഒരു വണ്ടി പോകാനുള്ള വീതിയേ ഉള്ളൂ, അതുകൊണ്ട് വളരെ പതുക്കെ ഓടിക്കണം, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടുമ്പോൾ അവിടെ പാർക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും ഞങ്ങൾ ആൽമരം കാണുന്ന സ്ഥലത്തെത്തി. അവിടെ ഒരാളോട് ചോദിച്ച് വണ്ടി നിർത്തി നടന്നു പോവുകയാണ്. പോകുമ്പോഴാണ്ട് മാവേൽ മാങ്ങയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ UAE-യിൽ ഇപ്പം ചൂടുകാലം ആരംഭിച്ചു, നല്ല ചൂടാണ്. എങ്കിലും അവധി ദിവസമായിരുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ കണ്ടു. ഇതാണ് നമ്മൾ ഒത്തിരി വീഡിയോയ്ക്കടുത്ത് കണ്ടുള്ള UAE-യിലെ മരുഭൂമിയിലെ ആൽമരങ്ങൾ. ഇത് ശരിക്കും ഒമാനാണ്, മദയാണ് സ്ഥലം. ഈ മദ എന്ന് പറയുന്ന സ്ഥലം കോഫക്കാൻ്റെയും ഫുജറയുടെയും അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്. കൂടാതെ UAE-ക്കുള്ളിൽ ആയതുകൊണ്ട് തന്നെ, ഒമാൻ ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരാൻ തികച്ചും ഫ്രീ ആണ്. വിസയുടെ പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല. UAE വിസിറ്റ് വിസയുള്ള ആളുകൾക്ക് പോലും ഇവിടേക്ക് തികച്ചും ഫ്രീ ആയിട്ട് വരാം. ഇവിടെ വന്നപ്പോൾ ഈ കാണുന്ന വാഴക്കൊലയൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തി. അതുപോലെ ഓറഞ്ചുണ്ട്, മാങ്ങയുണ്ട്, വാഴക്കൊല, അടിപൊളി വാഴക്കൊലകളുണ്ട്. നമ്മുടെ നാട്ടിലെ വാഴക്കൊലയെ തോപ്പിക്കുന്ന രീതിയിലുള്ള വാഴക്കൊലകളാണ്. അതുപോലെ നല്ല കായാണ്. അതുപോലെ ഒരു ആലും ഒരു ആൽത്തറയും. ഈ ഒരു വലിയ ആല്
2 വർഷം മുമ്പ് കടന്നു പോയെന്നാണ് പറഞ്ഞത്. ഈ ആല് കാണാനാണ് നമ്മൾ ശരിക്കും വന്നിരുന്നത്. പക്ഷേ ഇതൊരു കാവിലേക്കൊക്കെ കയറുന്ന ഒരു പ്രതീതിയാണ്. കാരണം ഇവിടെ ഒത്തിരി 3 ആലുകളുണ്ട്. ഇതിൽ ഏറ്റവും വലിപ്പവും കൂടിയ ആലാണ് ഇപ്പം അറിഞ്ഞു പോയിരിക്കുന്നത്. ഈ ആല് കാണാൻ തന്നെയാണ് ഇവിടേക്ക് ആൾക്കാർ കൂടുതലായിട്ടും വരുന്നത്. അതുപോലെ തന്നെ ഈ ഇവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി, ഈ ആലിൻ്റെ ഓപ്പോസിറ്റ് ഇതുണ്ട്, പ്ലീസ് ഡോണ്ട് ത്രോ വേസ്റ്റ് എഴുതിയതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അല്ലെങ്കിൽ ഈ ആലിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ചെറിയ കുളവും അതിനുള്ളിൽ മീനുകളും ഉണ്ട്. അപ്പോൾ ഈ ആൽമരത്തിൻ്റെ ചുറ്റിലും ആൾക്കാരൊന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ഈ ആൽമരം മറിഞ്ഞു പോവുകയും വഴി ബ്ലോക്കാകുകയും ചെയ്തത്. അതോടെ അവൻ്റെ തലയ്ക്കൽ ഭാഗം ഒരു മുറിച്ച് മാറ്റി. ഈ ആൽമരത്തിൻ്റെ ചോട്ടിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ചോട്ടിൽ കുറേ കല്ലുകളൊക്കെ നിൽക്കുന്ന കാണാം. അപ്പോൾ അവിടെ ആൾക്കാർ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇവരിവിടെ ഒരു പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആൾക്കാർ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്ന കാണാം. അതുപോലെ തന്നെ ഇപ്പം വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡോറുണ്ട്, തടിയും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്കൊരു മജ്ലിസാണ്. നമുക്കവിടെ ഫ്രീ ആയിട്ട് കയറാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും പുറത്തിയാടി. ഇപ്പോൾ സമയം 4 മണിയൊക്കെ ആയി. ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു. അപ്പം ഈ കാണുന്ന കോഫി ഷോപ്പ് ഒരു മലയാളിയുടെയാണ്. ആ ഇക്കാടെ പേര് മറന്നുപോയി. അപ്പോൾ നമുക്കവിടെ ഒമാൻ റിയാലിൻ്റെ ആവശ്യമില്ല, UAE ദിർഹംസ് അവർ മേടിക്കും. സെയിം എമൗണ്ട് തന്നെയാണ്. ഒരു ചായക്ക് 1 ദിർഹംസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ അതിനോട് ഓപ്പോസിറ്റായിട്ടൊരു ചെറിയ മോസ്കും ഉണ്ട്. അപ്പോൾ ഇവിടെ ആൾക്കാർ ഒത്തിരി തിരക്കായിരുന്നു. ഞാൻ ആദ്യമേ ഒന്ന് ഓർഡർ ചെയ്തിരുന്നു, അത് കിട്ടിയില്ല. രണ്ടാമത് വീണ്ടും വന്നാണ് ചെയ്തത്. ഇനി അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ സൂക്ക് മത എന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു ഷോപ്പുണ്ട്, അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. ആ വഴി തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിലെത്താം. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. ഇത് ആക്ച്വലി ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. രാത്രി കാലങ്ങളിലാണ് ഈ വെള്ളച്ചാട്ടം ബ്യൂട്ടിഫുൾ, കാരണം കുറച്ച് ലൈറ്റ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോഫക്കാൻ വാട്ടർഫോൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. ഇത് ചെറുതാണ്, കോഫക്കാൻ വാട്ടർഫോൾ അല്പം ഉയരം കൂടുതലാണ്. അതുപോലെ തന്നെ അതിന് മുകളിൽ സുൽത്താനേറ്റ് ഓഫ് ഒമാൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് രാത്രി കാലങ്ങളിൽ ഇത് കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇതാണ് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ. ഏറ്റവും എന്നെ ആകർഷിച്ചതും എൻ്റെ ഡ്രീമായിട്ടുണ്ടായിരുന്ന കാര്യമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ ബനിയൻ ട്രീവ്സ്, അതായത് അരയാൽ ആയിരുന്നു. അത് ഞങ്ങൾ കാണാൻ സാധിച്ചു. വളരെ സന്തോഷമായി. ഇന്നത്തെ ട്രിപ്പ് നമ്മൾ എൻജോയ് ചെയ്തു. കൂടാതെ അതിന് ബാക്കി ബാലൻസ് ആയിട്ട് വരുന്നതാണ് ഈ വാട്ടർഫോളിനോട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു പാർക്കുണ്ട്. കുട്ടികളെല്ലാം നല്ലപോലെ എൻജോയ് ചെയ്തെന്ന് വേണം പറയാം. നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അടുത്തൊരു ബീച്ചാണ്. നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാതെ തന്നെ നേരെ ബീച്ചിലേക്ക് പോകുന്നു, കോഫക്കാൻ ബീച്ച്. സമയം ഏകദേശം 5 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ബീച്ചിൽ ചാടി കുളിക്കണം. 6:30 വരെ ബീച്ചിൽ കുളിക്കാൻ ഇവർ സമ്മതിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ കോഫക്കാൻ ബീച്ചിലെത്തി വണ്ടി പാർക്ക് ചെയ്തു. അവധി ദിവസമായിരുന്നതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു, പാർക്കിംഗ് കിട്ടാൻ വലിയ പാടായിരുന്നു. എങ്കിലും നമ്മൾ വീണ്ടും കോഫക്കാൻ ബീച്ചിലേക്ക് എത്തി. കോഫക്കാൻ നമ്മളെ എപ്പോഴും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചകൾ നൽകുന്ന ഒരു ബീച്ചാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു ബീച്ചാണ്. ഇതിൻ്റെ നമ്മൾ ഏറ്റവും ഇങ്ങേയറ്റത്തുള്ള റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ബീച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കോഫക്കാൻ വാട്ടർഫോൾ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി വാട്ടർ റൈഡുകളും ബോട്ട് സർവീസും എല്ലാം ഉണ്ട്. അപ്പോൾ ബീച്ചിൽ ഇറങ്ങിയ പാടെ തന്നെ പിള്ളേർ നേരെ കടലിൽ ചാടാനുള്ള പരിപാടി പോയി. ഞാൻ വീഡിയോ പിടിക്കാനായിട്ടും കുറച്ച് ഇങ്ങനെ ചെയ്തു. അത് നമുക്കിടെ ഒരു പാഷനായതുകൊണ്ട് നമ്മൾ വീഡിയോ പിടിക്കാനായിട്ടിരുന്നു. അപ്പോൾ മദയിലേക്ക് എത്താൻ ഉള്ള വഴി ഞാൻ ഇതിൻ്റെ ലൊക്കേഷനും ആൽമരത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ വീഡിയോയ്ക്ക് അയയ്ക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ, ഇനി ഞാൻ ആഡ് ചെയ്യാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വന്ന വഴി വാദി ഷീസ് വില്ലേജ് കഴിഞ്ഞ് നേരെ അൽ നഹ്വ കേവ് കണ്ടു. അതിനുശേഷം നമ്മൾ മദയിലെ ഡാം കണ്ടു. മദയിലെ വേറൊരു കാര്യം, ഞാൻ മദയിലെ ഡാമിൽ അന്ന് വെള്ളമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് മദയിലെ ഡാമിൻ്റെ വീഡിയോ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാത്തത്. മദയ ഡാമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു ടെൻറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ 20 ദിർഹംസാണ് ടെൻറ്റ് ചെയ്യാൻ. ഒത്തിരി ആളുകൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ മദയിൽ മഴയുള്ളപ്പോൾ മാത്രമേ വെള്ളമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വീഡിയോ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത വെക്കേഷനിൽ അല്ലെങ്കിൽ വലിയ പെരുന്നാൾ വരികയാണ് ജൂണിൽ. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മദ ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഒത്തിരി ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് ഏതാണ് നല്ല, എവിടേക്കും പോകാൻ പറ്റിയ സ്ഥലങ്ങൾ എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.